ശ്രീ സി ജയകുമാർ. അപ്പോൾ എന്തായാലും ഈ തുരങ്ക പദ്ധതി നടപ്പാകുകയാണല്ലോ. ഇപ്പോഴത്തെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത് താഴെ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്താണ്. ഇവിടെ രണ്ടെണ്ടിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതേസമയം തന്നെ അതൊരു പരിസ്ഥിതി പ്രാധാന്യമുള്ള അതീവ പരിസ്ഥിതി ദുർബല മേഖലകൾ കൂടി ഉൾപ്പെടുന്ന പ്രദേശവുമാണ്. വർഷങ്ങളെടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇത് നിർത്തിവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എന്തായാലും പോവില്ല. എന്ത് ചെയ്യാൻ കഴിയും? നിർത്തിവെക്കുക എന്നുള്ളതിനുള്ള സമയം നമുക്ക് കഴിഞ്ഞു. ദാറ്റ് ഇസ് എ പാസ്റ്റ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ ഇതിൽ ഇപ്പോൾ ചെയ്യാനുള്ള താൽക്കാലികമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ഈ മഴക്കാലം വരുന്നു എന്നുള്ളത് കൊണ്ടും ഇതിൽ ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. മാത്രമല്ല ഇതിൽ പല നടപടിക്രമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ഈ കമ്പനിയുടെ വെതർ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല. കാരണം IMD തരുന്ന ഡാറ്റ അല്ലാതെ മറ്റൊന്നും പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കുക. അവിടെ എന്താണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ പറയുന്ന ഒരു സോയിൽ പൈപ്പിംഗ് പോലെ അതിൻ്റെ നമ്മൾ മൺകൂനയുടെ അടിയിലൂടെ വളരെ ശക്തമായിട്ട് വെള്ളം മണ്ണിനെ ചളി തള്ളി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രക്ചറലി ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമുണ്ടോ. മാത്രമല്ല ഈ നമ്മുടെ അപ്രൈസൽ കമ്മിറ്റി പറഞ്ഞിരുന്ന ചില പഠനങ്ങൾ പ്രത്യേകിച്ച് സോയിൽ സ്ട്രക്ചറിനെ കുറിച്ചും ഇതിനകത്തുള്ള ഈ കാരണം എനിക്കിത് വളരെ കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ മൗണ്ടൻ സിസ്റ്റം ഉള്ളത്. അതിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എങ്ങനെയാണ്, അതിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ജിയോളജിക്കൽ സൈഡിൽ നിന്നുകൊണ്ടും പഠിച്ചില്ല എങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ അല്ല, 2 വർഷം മുന്നേ നമുക്ക് സിംലയിൽ ഹൈവേയുടെ ഭാഗമായിട്ട് 25 കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ ഉണ്ടാക്കുന്നിടത്താണ് ഇത് സമാനമായിട്ടുള്ള ദുരന്തം ഉണ്ടായിട്ട് പണി നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് പണി നിർത്തിവെച്ച് എന്താണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഡെപ്ത് ഉണ്ടാക്കുക. എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടോ, അകത്ത് സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ, വെള്ളത്തിൻ്റെ ഫ്ലോയുടെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അതല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു നേരത്തെ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റോക്ക് എടുപ്പ് നടത്താതെ മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരമാണ്. കാരണം ഈ മേഖലയിൽ ഈ ഒരു മലമ്പ്രദേശത്തുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ വളരെ വലുതാണ്. 1962 3 പാടികളിൽ മനുഷ്യരെ മുഴുവൻ കുഴിച്ചിട്ടൊരു സ്ഥലമാണ്. തിരിച്ചെടുക്കാൻ പോലും നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് സാങ്കേതികമായിട്ട് വളരെ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാങ്കേതികത നമുക്കുണ്ട്. ആ സാങ്കേതികത ഉപയോഗിക്കാനും അതനുസരിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. വളരെ എളിമയോടെ ഈ കമ്പനിയുടെ വീഴ്ചകളുണ്ട്, സ്ട്രക്ചറൽ ഡിസൈൻ വീഴ്ചകളുണ്ട്, അത് മനസ്സിലാക്കി എന്ത് ചെയ്യാനുള്ള ഒരു വളരെ ഇൻ്റലിജൻറ്റ് പോസാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളത്. അതിന് ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് മറ്റ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. ദുരന്ത നിവാരണ ഏജൻസിക്ക് തന്നെ ഒരുപക്ഷെ ഇതിൽ വേറെ എന്തെങ്കിലും ട്രിഗർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. മറ്റൊരു പ്രശ്നം കൂടെ നമ്മൾ നോക്കേണ്ടത്, വയനാട്ടിലെ ഏകദേശം 60% താഴെ മഴ മാത്രമേ ഇപ്പോഴും പെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഇനി ഓഗസ്റ്റ് വരെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇന്റൻസ് റെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ മുൻകരുതൽ എടുക്കണം. മുൻകരുതൽ എന്നുള്ളത് ഇപ്പോൾ എടുക്കാനുള്ളതാണ്, ഇനി ദുരന്തം ഉണ്ടായിട്ട് ശേഷം എടുക്കാനുള്ളത് വളരെ കറക്റ്റാണ്. ഒരു ഇടവേള കൂടി വേണം, ഇടവേളയ്ക്ക് ശേഷം.